തന്നെ ചർച്ച ചെയ്തു. ഇനി നമ്മൾ വരുന്നത് ജി സുധാകരന്റെ വിഷയത്തിലേക്കാണ്. ജി സുധാകരന്റെ വിമത സാന്നിധ്യം അമ്പലപ്പുഴയിലും അതോടൊപ്പം തന്നെ കേരളത്തിലെമ്പാടും ഏതെങ്കിലും തരത്തിൽ CPM-നെ പരിക്കേൽപ്പിക്കുമോ, അദ്ദേഹം ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ ആ തരത്തിൽ വിശാലമായ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുമോ ഈ തെരഞ്ഞെടുപ്പിൽ എന്നതിലേക്കാണ്. ദിലീപ്, നമ്മൾ എപ്പോഴും ജി സുധാകരന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ജി സുധാകരന്റെ ഈ തീരുമാനത്തെക്കുറിച്ചൊക്കെ. അതിൽ ഒരു വിഭാഗം പറഞ്ഞത് എല്ലാ സൗകര്യങ്ങളും ജി സുധാകരൻ പാർട്ടിയിൽ ഉള്ളപ്പോൾ അനുഭവിച്ചിട്ടുണ്ട്, എല്ലാ പദവികളും അലങ്കരിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം തുടർച്ചയായി അവഗണന നേരിടുന്നതിന്റെ സാഹചര്യത്തിൽ വ്യക്തിപരമായി അദ്ദേഹം എടുത്തൊരു തീരുമാനമാണ്. അത് പാർട്ടിയെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല എന്നാണ്. മുഖ്യമന്ത്രി ഇന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ 2 ജില്ലകളെ കുറിച്ച് പറഞ്ഞത്, കണ്ണൂരിനെ കുറിച്ച്, ആലപ്പുഴയെ കുറിച്ചും. അപ്പോൾ അവിടെ ഒരു തരത്തിലും ഈ പാർട്ടിയിലെ നയവ്യതിയാനം അല്ലെങ്കിൽ ഈ ഒരു പോക്ക് ഇത് ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കുകയില്ല. കാരണം പാരമ്പര്യമുള്ള പാർട്ടിക്ക് ഏറ്റവും ഉറച്ച നിലപാടുകളുള്ള വലിയ വേരുകളുള്ള സ്ഥലമാണ് ഈ 2 ജില്ലകളും. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ജി സുധാകരൻ അദ്ദേഹം ഫോണിൽ വിളിച്ചിരുന്നു, പ്രതികരിച്ചില്ല, ജി സുധാകരന് കാര്യങ്ങൾ മനസ്സിലായില്ല എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞതായി ചില വാർത്തകളൊക്കെ കണ്ടു. എന്തായിരിക്കും ജി സുധാകരന്റെ നിലപാടുണ്ടാക്കാൻ പോകുന്ന മാറ്റം? ഞാനത് ചോദിക്കാൻ എന്നൊരു കാരണമുണ്ട്. ഇന്ന് ജി സുധാകരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വീണ്ടും വിചിത്രമായ രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തി. അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകും മൂന്നാമതെന്നാണ്. അതൊന്ന് കേട്ടിട്ട് വരാം ആദ്യം. അതുകൊണ്ട് നിലപാടിനെന്താ മാറ്റം വരുന്നത്? അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് സന്തോഷമുണ്ടോ നിങ്ങൾ ചോദിച്ചപ്പോൾ സന്തോഷമാണ്. ഞാനെന്താ സന്തോഷമാണെന്ന് ഞാൻ പറഞ്ഞു. അതിനെന്താ? പക്ഷെ മൂന്നാമൂടെ കിട്ടുന്ന കാര്യം ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് എല്ലാം രംഗത്തിറങ്ങി പാർട്ടിയുടെ പേര് പ്രവർത്തിക്കുകയാണ്. ഞാൻ വോട്ട് ചെയ്യത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരാശയക്കുഴപ്പം എനിക്കില്ല, നിങ്ങൾക്ക് കാണും. കാരണം നിങ്ങൾക്ക് ഉപരിപ്ലവമായ രാഷ്ട്രീയം മാത്രമേ നോട്ടമുള്ളൂ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി. നിങ്ങളുടെ കൂട്ടത്തിൽ ആരും എന്നോട് ചോദിച്ചോളൂ. അപ്പോൾ ചോദിച്ചപ്പോൾ സന്തോഷമാണെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചീത്ത പറയണം? അതിലെന്തും തെറ്റ്? ദിലീപ്, ഞാനൊന്ന് തിരുത്തട്ടെ. മൂന്നാമത് മുഖ്യമന്ത്രി ആകുന്നല്ല, മൂന്നാമത് മുഖ്യമന്ത്രിയായാൽ സന്തോഷമാണ് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ജി സുധാകരൻ പറഞ്ഞ കാര്യം ഈ പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്നാണ്. അദ്ദേഹം പറയുന്നത് ആലപ്പുഴയിൽ ആ ജില്ലയ്ക്കകത്ത് അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ കുറിച്ച് കൂടിയാണ്. എന്തായിരിക്കും സുധാകരൻ ഇങ്ങനെ പറഞ്ഞത്? എന്തായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്? ഗോപി, ഇത് ജി സുധാകരൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് CPIM-ന്റെ ഭാഗമായി നിൽക്കുന്ന കാലത്താണ് ജി സുധാകരൻ മൂന്നാമതും പിണറായി വിജയൻ അദ്ദേഹത്തിന് ചില അതൃപ്തി ഉണ്ടായിരുന്നു. അതൃപ്തിയുടെ കാലത്താണ് അദ്ദേഹം ആലപ്പുഴയിലെ നേതാക്കൾക്കെതിരായി തുറന്ന വിമർശനവുമായി വരുന്നു. ആ വന്ന ദിവസമാണ് അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടിയായി ഈ കാര്യം പറഞ്ഞത്. പിണറായി വിജയൻ മൂന്നാമതും മുഖ്യമന്ത്രിയാകുന്നതിൽ സന്തോഷമുണ്ട് എന്ന കാര്യം. പക്ഷേ അവിടെ നിന്ന് ആ വെള്ളം കുറേ വേമ്പനാട് കായലിലൂടെ ഒഴുകിപ്പോയിരിക്കുകയാണ്. ഇപ്പോൾ ആ വിഷയം അത് വേറൊരു തലത്തിലാണല്ലോ. ഇപ്പോഴത്തെ നിലപാട് സുധാകരൻ വ്യക്തമാക്കി കഴിഞ്ഞു. അത് 3ാം വട്ടം മുഖ്യമന്ത്രിയാകാം എന്നുള്ള മോഹം നടക്കില്ല എന്ന കാര്യമാണ് ജി സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ജി സുധാകരൻ്റെ നിലപാട് വ്യക്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, ആദ്യം ഗോപി പറഞ്ഞല്ലോ ഈ ആലപ്പുഴയിലെയും കണ്ണൂരിലെയും പാർട്ടിയുടെ കാര്യമൊക്കെ. ആലപ്പുഴയിലെയും കണ്ണൂരിലെയും പാർട്ടിയെ സംബന്ധിച്ചൊക്കെ അവിടെ ഉണ്ടായിട്ടുള്ള പാർട്ടിക്കകത്തും പുറത്തും പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പിന്നീട് പരസ്യമായി തെരുവിലേക്കൊക്കെ വന്നിട്ടുള്ളതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ജില്ലകൾ കൂടിയാണ് ഈ 2 ജില്ലകളും. അത് കണ്ണൂരിലാണെങ്കിൽ MB രാഘവന്റെ നേതൃത്വത്തിൽ പിന്നീട് CMB എന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് പോയ ഒരു കാലഘട്ടമുണ്ട്. JSS രൂപീകരണവുമായി ബന്ധപ്പെട്ട് KR ഗൗരിയമ്മ പോട്ടെ, അതിനു മുമ്പ് VS അച്യുതാനന്ദനെ CPIM-ന്റെ ശക്തി കേന്ദ്രമായ മാരാരിക്കുളത്ത് പരാജയപ്പെടുത്തുകയും അതിനെ തുടർന്ന് വലിയ സംഘടനാ നടപടികളൊക്കെ പിന്നീട് നടപ്പായല്ലോ. അത് ഒരു വിഭാഗത്തെ വെട്ടിനിരത്താൻ കൂടി അക്കാര്യം അത് ഉപയോഗിക്കുകയും ചെയ്തു. TJ ആഞ്ചലോസിനെ പോലെയുള്ളവരെയൊക്കെ വെട്ടിനിരത്തുകയും TK പളനിയൊക്കെ പോലെയുള്ള വലിയ പാരമ്പര്യമുള്ള CPIM-ന്റെ നേതാക്കളെയൊക്കെ വെട്ടിനിരത്തുന്നതിനും അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പാരമ്പര്യത്തെക്കുറിച്ചൊന്നും അങ്ങനെ പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജി സുധാകരൻ തന്റെ നിലപാട് വ്യക്തമാക്കി. ഞാൻ ചോദിച്ചൊരു ചോദ്യം ഡയറക്റ്റാണ്. പരിക്കേൽപ്പിക്കുമോ അത് ഈ അക്രോസ് കേരള CPM-നെ അല്ലെങ്കിൽ ഇടതുമുന്നണിയെ? തീർച്ചയായും. അതായത് ഈ CPIM-ൽ നമ്മൾ നേരത്തെ തന്നെ അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. CPIM-നെ സംബന്ധിച്ച് സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത വിധം CPIM-നകത്ത് നിന്ന് തന്നെ ശക്തമായ പല സ്ഥലങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. ജി സുധാകരനെ പോലുള്ളവർ CPIM വിട്ട് പുറത്തുപോയി ജനകീയ സ്വതന്ത്രൻ എന്ന ലേബലിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നു. അത് തീർച്ചയായും അത് ആലപ്പുഴയിലെ CPIM-നെ സംബന്ധിച്ച് അത് ഒരു തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.